ലബനനിലെ ബിന്ദ് ജബൈൽ അതിർത്തി പ്രദേശത്ത് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങൾക്ക് മണിക്കൂറുകൾക്കകം തന്നെ ഹിസ്ബുള്ള കനത്ത തിരിച്ചടി നൽകി. ഇസ്രായേലിന്റെ ബെര്യയിലെയും ഫിലോണിലെയും സൈനിക താവളങ്ങളെ ആക്രമിച്ചതിന്റെ വീഡിയോ തെളിവുകളും പുറത്തുവന്നു. സൈനിക താവളങ്ങളെയും പട്ടാളക്കാരെയും ലക്ഷ്യമാക്കിയാണ് തങ്ങൾ റോക്കറ്റുകളും ഡ്രോണുകളും തൊടുത്തുവിട്ടത് എന്നാണ് ഹിസ്ബുള്ള വെളിപ്പെടുത്തിയത്. 12 മണിക്കൂറുകൾക്കകം ഹിസ്ബുള്ള നടത്തിയ രണ്ടാമത്തെ ആക്രമണമാണിത്. 20 റോക്കറ്റുകൾ ലെബനനിൽ നിന്നും പാഞ്ഞു വന്നതായി ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. 50,000-ഓളം ഇസ്രായേലികൾ പ്രദേശത്ത് നിന്നും ഒഴിഞ്ഞു പോവുകയും ചെയ്തു. ഇസ്രായേൽ ലെബനൻ അതിർത്തി പ്രദേശമായ ബിന്ദ് ജുബൈലിൽ നടന്ന സ്ഫോടനങ്ങളെ തുടർന്ന് സമീപ പ്രദേശത്തെ ചില വീടുകൾ തകർക്കപ്പെടുകയും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കൂടാതെ നബാട്ടിയിലെ 2 മോട്ടോർ സൈക്കിളുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 4 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ലബനനിലെ അൽമ അൽ ഷാബ് വനത്തിൽ ഇസ്രായേൽ ഷെല്ലുകൾ വീണ് കാട്ടുതീ പടർന്നതിന് തിരിച്ചടിയായി ഇസ്രായേലിലെ ഫിലോണിലെ വനപ്രദേശങ്ങളിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ പതിച്ച് കാട്ടുതീ പടർന്നു പിടിച്ചു. ഇസ്രായേലിലെ ഗലീലിക്ക് നേരെ ഹിസ്ബുള്ള നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ 210-ാം ഡിവിഷന്റെ ഫിലോൺ സൈനിക കേന്ദ്രത്തിനും സഫദ് സൈനിക താവളത്തിനും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. പ്രദേശത്തെ വൈദ്യുതി നിലയത്തെ തകർത്താണ് സമീപത്തെ വനപ്രദേശങ്ങളിൽ കാട്ടുതീ പടർത്തിയത്. IDF-ഉം പോലീസും ഫയർ ഫൈറ്റേഴ്സും ചേർന്ന് മണിക്കൂറുകൾ പരിശ്രമിച്ചതിന് ശേഷമാണ് കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. രാത്രി 1 മണി സമയത്ത് 20 റോക്കറ്റുകൾ സഫദിന് നേരെ പാഞ്ഞു വന്നതായി ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള തൊടുത്തുവിടുന്ന കത്യുഷ റോക്കറ്റുകൾ ഇസ്രായേൽ പ്രദേശത്തെ കെട്ടിടങ്ങൾ തകർക്കുകയും സൈനിക കേന്ദ്രങ്ങളിൽ നാശനഷ്ടങ്ങൾ ഏൽപ്പിക്കുകയും കാട്ടുതീ പടർത്തുകയും ചെയ്യുമ്പോൾ അവിടെ തകർന്നു തരിപ്പണമാകുന്നത് ഇസ്രായേലിന്റെ ഏറ്റവും ശക്തമെന്ന് ഊറ്റം കൊള്ളുന്ന അയൺ ഡോം വ്യോമ പ്രതിരോധ സംവിധാനമാണ്. സഫദ് പ്രദേശത്തെ ലക്ഷ്യമാക്കി തൊടുത്തുവിട്ട റോക്കറ്റുകൾ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യം വെച്ചതെന്നാണ് ഹിസ്ബുള്ള വെളിപ്പെടുത്തിയത്. ഹിസ്ബുള്ള ഇതുവരെ നടത്തിയ ആക്രമണങ്ങളെല്ലാം ഇസ്രായേൽ സൈനിക താവളങ്ങളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമാക്കിയുള്ളതായിരുന്നു. ശത്രുവിനെ അതിന്റെ കേന്ദ്രത്തിൽ വെച്ച് നേരിടുക എന്നതാണ് ഹിസ്ബുള്ളയുടെ ഇതുവരെ കണ്ട രീതികൾ. എന്നാൽ നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും സാധാരണ പൗരന്മാരെയും ലക്ഷ്യം വെക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ഇതുവരെ കണ്ട രീതികളും. റോക്കറ്റുകളിൽ കുറെ എണ്ണത്തെ ഇസ്രായേൽ വ്യോമ പ്രതിരോധം ഇന്റർസെപ്റ്റ് ചെയ്തെങ്കിലും കുറെ എണ്ണം ശക്തമായ പ്രതിരോധത്തെ മറികടന്ന് ലക്ഷ്യസ്ഥാനത്ത് പതിച്ചു എന്നത് IDF സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലിലെ ബെര്യക്കിന് സമീപം പതിച്ച റോക്കറ്റ് പരിസരത്തെ അഗ്നിമയമാക്കി മാറ്റി. കൂടാതെ ഇസ്രായേലിന്റെ ബെര്യക്കിലുള്ള മിസൈൽ പ്രതിരോധ താവളത്തെയും ആക്രമിച്ചതായും ഹിസ്ബുള്ള അവകാശപ്പെടുന്നു. ഗലീലയിലെ ഉയർന്ന പ്രദേശത്തെ ലക്ഷ്യമാക്കി 10 കത്യൂഷ റോക്കറ്റുകൾ അയച്ചതായും ഹിസ്ബുള്ള അവകാശപ്പെട്ടു. അതേസമയം സെപ്റ്റംബർ 11-ന് 100-ഓളം റോക്കറ്റുകൾ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടത് ഒരു തുറന്ന യുദ്ധത്തിനുള്ള ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയുണ്ടായി. അതേസമയം ഇസ്രായേലിലെ റമലയിൽ നടന്ന കാർ ബോംബ് സ്ഫോടനത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ സ്ഫോടനം നടന്ന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് പാഞ്ഞത്. ഗാസയിൽ ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെയാണ് ലക്ഷ്യമിടുന്നതെന്ന ന്യായീകരണമാണ് ഇസ്രായേൽ നടത്തുന്നതെങ്കിൽ എലിയെ കൊല്ലാൻ ഇല്ലം മുഴുവനും ബോംബിട്ട് നശിപ്പിക്കുക എന്ന പ്രാകൃത നിയമമാണ് ഇസ്രായേൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. 10,000-ലേറെ ഹമാസ് പോരാളികൾ ഇതുവരെയായി ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോൾ ഉയർന്നുവരുന്ന ചില ചോദ്യങ്ങളുണ്ട്. 10,000-ലേറെ ഹമാസ് പോരാളികൾ കൊല്ലപ്പെട്ടപ്പോൾ 30,000-ലേറെ സാധാരണ ഫലസ്തീൻ പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്.
എന്നാൽ 10,000-ഓളം ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തപ്പോൾ എത്ര ഇസ്രായേലി നിരപരാധി പൗരന്മാരാണ് കൊല്ലപ്പെട്ടത്? ഒക്ടോബർ 7-ന് 1200 നിരപരാധികളായ ഇസ്രായേലിയർ കൊല്ലപ്പെട്ടതൊഴിച്ചു നിർത്തിയാൽ എത്ര ഇസ്രായേലി പൗരന്മാർ ഇതുവരെ കൊല്ലപ്പെട്ടു? അതുപോലെ കൊല്ലപ്പെട്ട 41,000 ഫലസ്തീനികളിൽ നിന്നും ഹമാസ് പോരാളികളെ കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? കൊല്ലപ്പെടുന്നത് ഇസ്രായേലി പൗരനായാലും ഫലസ്തീൻ പൗരനായാലും അവസാനിക്കുന്നത് വിലപ്പെട്ട ഒരു ജീവനാണ്, വിലപ്പെട്ട ഒരു ജീവിതമാണ്. അതേസമയം സ്പെയിനിന്റെ നേതൃത്വത്തിൽ അറബ് യൂറോപ്യൻ വിദേശകാര്യമന്ത്രിമാരുടെ ഒരു ഉന്നതതല യോഗം വെള്ളിയാഴ്ച സ്പെയിനിൽ ചേർന്നു. ഗാസ യുദ്ധം ഉടനെ അവസാനിപ്പിക്കുവാനും 2 രാജ്യങ്ങൾ അഥവാ 2 സ്റ്റേറ്റ് എന്ന പരിഹാരം വാക്കാൽ മാത്രമല്ല യാഥാർത്ഥ്യമാക്കുവാനും നടപടികളുമായി മുന്നോട്ടു പോകുവാനും യോഗം തീരുമാനിച്ചു. തുർക്കി, സൗദി അറേബ്യ, ഈജിപ്ത്, ഖത്തർ എന്നീ രാഷ്ട്രങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുത്തു. ഫലസ്തീൻ രാഷ്ട്ര പദവിക്കുള്ള ഉറച്ച പിന്തുണ ഖത്തർ ആവർത്തിക്കുകയും ചെയ്തു. ഇതിനിടെ അമേരിക്കൻ പ്രതിനിധി ഹാമോസ് ഹോങ്സ്റ്റൺ ഇസ്രായേലിന്റെ ലബനനുമായുള്ള സൈനിക നീക്കങ്ങൾ നിർത്തിവെക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് ചർച്ച നടത്തുവാൻ ഇസ്രായേലിലേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്.